പാവലി നദിയുടെ തീരത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുന്ന തീർത്ഥാടകർ. ഞാനും അവരിൽ ഒരാൾ മാത്രം. കണ്ണൂർ വയനാട് ജില്ലാ അതിർത്തിയിലാണ് കൊട്ടിയൂർ ഗ്രാമം. കൊട്ടിയൂർ വൈശാഖോത്സവം കഴിഞ്ഞ ജൂൺ 8 മുതൽ ജൂലൈ 4 വരെ ആയിരുന്നു. സ്ത്രീകൾക്ക് പ്രവേശനം ജൂൺ 10 മുതൽ ജൂൺ 30 വരെ മാത്രമായിരുന്നു. മറ്റു മഹാദേവ ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരങ്ങളും രീതികളും. ഒന്നിനും എല്ലാം പഴമയായിട്ട് തന്നെ തുടരുന്നു. ഇവിടെ പ്രത്യേകിച്ചൊരു ഡെവലപ്മെൻറ്റ്സും നടത്തിയിട്ടില്ല. 3 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സഖ്യനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ. നല്ല മഴയും നല്ല തിരക്കും. മണ്ഡപത്തിന് ചുറ്റുമുള്ള വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ. നോക്കൂ, ഒരു ജനസമുദ്രം തന്നെ ഉണ്ട് അവിടെ. പണ്ട് ദക്ഷയാഗം നടന്നിരുന്നതും സതീദേവി ആത്മാഹുതി ചെയ്തതുമൊക്കെ ഇവിടെയാണെന്നാണ് വിശ്വാസം. മണ്ഡപത്തിന് ചുറ്റും വെള്ളത്തിൽ കൂടി ശയനപ്രദക്ഷിണം ചെയ്യുന്നു ഭക്തർ. ഈറ്റ കൊണ്ട് നിർമ്മിക്കുന്ന ഓടപ്പൂക്കൾ ഇത് കൊട്ടിയൂർ മാത്രം കിട്ടുന്ന ഒന്നാണ്. ഇത് ഐശ്വര്യത്തിനായിട്ടാണ് വീടുകളിൽ തൂക്കിയിടുന്നത്. കൊട്ടിയൂർ വീഡിയോ ഇവിടെ തീരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. വീണ്ടും കാണാം. ബൈ.